നമസ്കാരം. ശ്രീ ഷാജഹാൻ, CPM നല്ലതുപോലെ തോറ്റു എന്ന MP ഗോവിന്ദന്റെ പരാമർശം ഇതൊരു പക്ഷേ പിണറായി വിജയൻ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. ഇനി നാളെ മുതൽ അങ്ങോട്ട് 5 ദിവസം CPM-ന്റെ നേതൃയോഗമാണ്. എന്തായാലും പല ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. CPI ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ വലിയ പ്രശ്നമാണ്. മാർക്കോർലോസ് പ്രയോഗിച്ച അതേ രീതി തന്നെയാണ് ആഞ്ചലോസ് ഇപ്പോൾ എടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ് ഈ പിണറായിക്കെതിരെ. അപ്പോൾ വിവരദോഷി എന്നുള്ളത് ഇനിയും ആവർത്തിക്കുമോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ സംശയം, ഈ നേതൃയോഗത്തിൽ പിണറായി ഭരണം പിടിമുറുക്കുമോ എന്നാണ് അറിയേണ്ടത്. അല്ല വിജയനാഥ്, അതില് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ നടക്കാൻ പോകുന്ന 5 ദിവസത്തെ ചർച്ചയിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് 2 പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കാരണം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ 1-2 വർഷക്കാലമായി ഇതുപോലെയുള്ള യോഗം കൂടുന്ന അവസരങ്ങളിലൊന്നും കേന്ദ്ര നേതൃത്വം വളരെ ഗൗരവമായി ആ യോഗങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയന്റെ ഒരു നേതൃപാടവം കൊണ്ടാണ് 21-ൽ അധികാരത്തിൽ വന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ വിട്ടുകൊടുത്ത് ആ നിലയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് കാരാട്ടും ഈ 5 ദിവസം ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വരുമ്പോൾ പിണറായി വിജയൻ ഒരു അഭിപ്രായം പറയും. ആ അഭിപ്രായത്തിനോട് കൺകർ ചെയ്തുകൊണ്ട് അതിന് യോജിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോ ഒരു അഭിപ്രായം പറയും. അതാണ് നമ്മൾ കുറച്ച് കാലങ്ങളായി കണ്ടുപിടിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ല, കേരളത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഉയർന്നു വന്നാലും ആ വിമർശനങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ എന്ത് പറയുന്നോ അതിന് തുല്യം ചാർത്തുകയാണ് സീതാറാം യെച്ചൂരി ചെയ്തിരുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനെ തുടർന്ന് പിണറായി വിജയൻ എടുത്തിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്, അത് ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തി മുന്നോട്ട് പോകും, രാജിയൊന്നും വേണ്ട, ഈ നിലയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പോളിറ്റ് ബ്യൂറോയുടെ സമീപനം എന്നുള്ളത് നമ്മൾ കാണണം. കാരണം പോളിറ്റ് ബ്യൂറോയുടെ ഇത്തവണത്തെ പ്രസ്താവന എന്ന് പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വളരെയേറെ നിരാശാജനകമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് അവർ പോളിറ്റ് ബ്യൂറോയിലും പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ഇത് നിരാശാജനകമാണ്, ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ഒരു നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത്. മറുഭാഗത്ത് ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത് ഒരല്പം വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് അടിസ്ഥാനപരമായിട്ട് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, പതിറ്റാണ്ടുകളായി CPM-നെയും LDF-നെയും പിന്തുണച്ചിരുന്ന അടിസ്ഥാന വർഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അകന്നു എന്നുള്ളതും ആ അടിസ്ഥാന വർഗങ്ങളുടെ വോട്ട് BJP-യിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം CPM-ന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിലുള്ള അടിസ്ഥാന വർഗം തിങ്ങിപ്പാർക്കുന്ന 2 മണ്ഡലങ്ങളാണ് ആലപ്പുഴയും ആറ്റിങ്ങലും. ഈ തൊഴിലാളികൾ, വിവിധ മേഖലകളിലെ തൊഴിലാളികൾ, ആ തൊഴിലാളികള് ആദ്യമായി CPM-നെ വിട്ടുപോയി എന്ന് മാത്രമല്ല, അവർ വലിയ തോതിൽ കൂട്ടമായി BJP-യിലേക്ക് പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, പാർട്ടിയുടെ സംവിധാനവും ഭരണ നിർവഹണത്തിന്റെ സംവിധാനവും വലിയ തോതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കണ്ട രണ്ടാമത്തെ കാര്യം. 3, പാർട്ടിയുടെ വർഗപരമായിട്ടുള്ള ഒരു പ്രതിശാസ്ത്രമുണ്ട്. അത് തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രതിശാസ്ത്രമാണ്. ആ പ്രതിശാസ്ത്രം മാറിയിട്ട് എന്ത് സംഭവിച്ചു, അതിനെ മുഴുവൻ മുതലാളിവൽക്കരിച്ചു പിണറായി വിജയൻ. അതുപോലെ തന്നെ പിണറായി വിജയന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, പിണറായി വിജയന് എതിരായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, മകൾക്കെതിരായി ഉണ്ടായ അഴിമതി ആരോപണങ്ങൾ, കുടുംബത്തിനെതിരായിട്ടുണ്ടായ അഴിമതി ആരോപണങ്ങൾ, ഈ അഴിമതി ആരോപണങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയനും മകൾക്കും കുടുംബത്തിനും അനുകൂലമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പോലും മറുപടി പറയേണ്ടി വന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ നമുക്കറിയാം പെൻഷന്റെ പ്രശ്നം, കോവിഡ് കാലത്തെ അഴിമതിയുടെ പ്രശ്നം,
പോലീസ് അതിക്രമത്തിന്റെ പ്രശ്നം, മുസ്ലിം പ്രീണനത്തിന്റെ പ്രശ്നം, ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ബോംബ് നിർമ്മാണത്തിൽ ആളുകൾ മരിച്ച പ്രശ്നം, അതുപോലെ തന്നെ ബോംബ് നിർമ്മാണത്തിൽ 2015 മരിച്ചവരുടെ വേണ്ടിയിട്ട് സ്മാരകം ഉണ്ടാക്കിയ പ്രശ്നം, നവകേരള സദസ്സുമായി ഉണ്ടായ പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട ക്രൂരമായിട്ടുള്ള പോലീസ് അതിക്രമങ്ങൾ, SFIയുടെ ആക്രമണം, സിദ്ധാർത്ഥന്റെ മരണം, പോലീസിന്റെ വരിയുടച്ച സംഭവം, കരുവന്നൂർ സംഭവം, അതുപോലെ തന്നെ SFIയുടെ ക്യാമ്പസിലുള്ള ആക്രമണം, ഇതെല്ലാം കൂടെ, അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ മരണം, ക്രിമിനൽ വൽക്കരണം, അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ള വലിയ ഒരു പ്രതിസന്ധിയുണ്ട് CPM-ന്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 2021 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ എന്തോ വലിയ കഴിവുള്ള ഒരു ഭരണാധികാരിയാണ്, കോവിഡിനെ തടഞ്ഞു നിർത്തി, ഇതിനെ തടഞ്ഞു നിർത്തി രണ്ടാമത് ഭരണത്തിലേക്ക് കൊണ്ടുവന്നു, അതുകൊണ്ട് വലിയ കഴിവുള്ള ഒരു ഭരണാധികാരിയാണ് എന്നുള്ള നിലയിലുള്ള ഒരു ബിംബവൽക്കരണം പൊടിഞ്ഞു നുറുങ്ങി കഷ്ണമായി താഴെ വീഴുന്ന നമ്മൾ ഒരു സാധാരണ ഒരു ബിലോ ആവറേജ് പോലും ഉള്ള കഴിവുള്ള ഒരു നേതാവല്ല പിണറായി വിജയൻ എന്നും ഇപ്പോൾ തെളിഞ്ഞു. അപ്പൊ ഇതിൽ നിന്നെല്ലാം വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ, സമഗ്രമാണ് പ്രതിസന്ധി, ആഴത്തിലുള്ളതാണ് പ്രതിസന്ധി. അടിസ്ഥാന വർഗങ്ങൾ പാർട്ടി, അത് തോമസ് ഐസക്കും കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിൽ പറഞ്ഞിട്ടുണ്ട്, അടിസ്ഥാന വർഗങ്ങൾ വിട്ടുപോയിരിക്കുന്നു, ആ അടിസ്ഥാന വർഗങ്ങൾ തന്നെ BJP-യിലേക്ക് വിട്ടുപോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമഗ്രമായ പ്രതിസന്ധിക്കെല്ലാം ഉത്തരവാദി ഒരേ ഒരാൾ എന്നുള്ള ഒരു സാഹചര്യവും കൂടി വന്നിരിക്കുന്നു. അപ്പൊ ഇതുപോലൊരു സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് 2 സീനിയർ ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു സംസ്ഥാന സമിതി യോഗമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആമുഖമായി പശ്ചാത്തലമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് എന്താണ് നടക്കാനിടയുള്ളത് എന്നുള്ളത് നമ്മൾ ഇനി ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. അപ്പൊ പിണറായി കേന്ദ്രീകൃതമായിട്ടായിരിക്കുമോ ഈ 5 ദിവസത്തെ ചർച്ചയും വരാൻ പോകുന്നത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ അതിനൊരു മറുപടി ഉണ്ട്. ആ മറുപടി എന്താന്ന് ചോദിച്ചാൽ, പിണറായി കേന്ദ്രീകൃതമായിട്ടാണോ ചർച്ച നടക്കാൻ പോകുന്നത് എന്നാണ് വിജയനാഥനോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വെച്ചത് എന്താണ്? ഞാൻ പറഞ്ഞു വെച്ചത് പിണറായി കേന്ദ്രീകൃതമാണ് പ്രതിസന്ധി, പിണറായി കേന്ദ്രീകൃതമായിട്ടുള്ളതാണ് പ്രതിസന്ധി, അത് വളരെ സമഗ്രമാണ്, അത് പാർട്ടിയുടെ അടിത്തറയെ തന്നെ തകർക്കുന്നതാണ്, പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ തന്നെ തകർക്കുന്നതാണ്, പാർട്ടി ഒരു മുതലാളിത്ത പാതയിലേക്ക് പോകുന്നു എന്നുള്ള നിലയിലുള്ള സാധനങ്ങളാണ് പാർട്ടിയുടെ അടിസ്ഥാന. അപ്പം ഇതെല്ലാം പിണറായി കേന്ദ്രീകൃതമാണ് പ്രതിസന്ധി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പിണറായി കേന്ദ്രീകൃതമായിട്ടുണ്ടായ ഈ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിണറായി അവിടെ ഇരിക്കുന്നതാണല്ലോ പ്രതിസന്ധിയുടെ പ്രശ്നം. അതുകൊണ്ട് ഈ 5 ദിവസത്തെ ചർച്ചയിൽ പിണറായി മാറണം എന്നൊക്കെയുള്ള ചർച്ച എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത തുലവും കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പൊ പാർട്ടിയിൽ ഏതാണ്ട് ഒരു 1-2 പതിറ്റാണ്ട് കാലം നീണ്ടു നിന്ന അച്യുതാനന്ദൻ പിണറായി ഇതുണ്ടായിരുന്നു, വിഭാഗീയതയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് 98-2000 മുതൽ ആരംഭിച്ചിട്ടുള്ള ഒരു വിഭാഗീയത. ആ വിഭാഗീയതയിൽ അന്ന് അച്യുതാനന്ദനോടൊപ്പം നിന്ന ഒരു പിടി ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളിൽ ഏതാണ്ട് ഒരു 99% ആളുകളും അധികാരത്തിന് പുറകെയും അങ്ങോട്ട് പിണറായിക്കൊപ്പം ചാടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പിണറായി വിജയനെതിരെ ശബ്ദിക്കാനോ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ എഴുന്നേറ്റ് നിന്ന് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ബി കൗണ്ടഡ് എന്ന് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെതിരെ സംസാരിക്കാനോ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് യഥാർത്ഥത്തിൽ ഓർമ്മ വരുന്നത് 2004-2005 കാലഘട്ടത്തിലോ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ഈ കളക്ടറേറ്റുകൾക്ക് ചുറ്റും ADB വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉപരോധം നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ കുടുംബവും കൂടി സിംഗപ്പൂരിൽ പോയി. ആ സിംഗപ്പൂരിൽ പോയ പ്രശ്നം അതിനുശേഷം നടന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ചിട്ട് DYFIയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന തൃശ്ശൂർക്കാരൻ T. ശശിധരൻ അതിരൂക്ഷമായി ശശിധരൻ അന്ന് വിമർശിക്കുന്നുണ്ട്. ആ ശശിധരന്റെ അവസ്ഥ പിന്നീട് നമ്മൾ കണ്ടതാണ്. ഇപ്പം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ ഏതോ ഒരു മൂലയ്ക്ക് കൂടിയിരിപ്പുണ്ട് T. ശശിധരൻ, മനസ്സിലായി. അപ്പൊ അന്ന് ആ ഉണ്ടായിരുന്ന ഒരാളും ഇന്നില്ല. നമ്മളിപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഒന്ന് എടുത്ത് നോക്കൂ. സംസ്ഥാന സെക്രട്ടറിയിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ EP ജയരാജനുണ്ട്, PK ശ്രീമതിയുണ്ട്, KK ശൈലജയുണ്ട്, തോമസ് ഐസക് ഉണ്ട്, പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ബേബി ജോൺ ഉണ്ട്, പിന്നെ കുറെ പിള്ളേരുണ്ട്. പിള്ളേരെന്ന് പറയുമ്പോൾ P. രാജീവ് ഉണ്ട്, സ്വരാജ് ഉണ്ട്,
എം പി രാജേഷ് ഉണ്ടോന്ന് അറിയില്ല, ബാലഗോപാലുണ്ട്, രാജു എബ്രഹാം, അല്ല രാജു എബ്രഹാം സംസ്ഥാന കമ്മിറ്റി. പിന്നെ നമ്മുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന മറ്റേ ഇയാളുണ്ടല്ലോ, ഒരു എന്തോ രാജഗോപാൽ, അല്ല ഇടുക്കിയിലെ ഒരു ജയചന്ദ്രനുണ്ട്, അതുപോലെ തന്നെ MM മണിയുണ്ട്. അങ്ങനെ കുറെ ആളുകൾ ഇതിനകത്തുണ്ട്. ഈ ആളുകൾക്കൊന്നും അതുപോലെ തന്നെ പിന്നെ ഇയാള് എന്താണ് വിജയരാഘവനുണ്ട്, MA ബേബി, ഈ ഒരാൾക്കും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഒരു രണ്ട് വാചകങ്ങൾ പൂർണ്ണമായി പറയാനുള്ള നട്ടല്ലോ ആർജവമോ ഇച്ഛാശക്തിയോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഏതോ കുറെ പാർട്ടി നേതാക്കന്മാരിലെ ചിലർ വിളിച്ചു പറഞ്ഞ പോലെ ഇതൊന്ന് ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു പിണറായി ഫോറമാണ് എന്ന് പറഞ്ഞുള്ള ആരോപണം ഞാൻ നടത്തി. എന്തിനു പറയുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പോലും പിണറായി വിജയന്റെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നെഞ്ചു വിരിച്ചെന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിൽ പിണറായി വിജയനെതിരെ പറയുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്താൽ പിണറായിക്ക് പിന്നെ അച്യുതാനന്ദന്റെ കൂടെ നിന്ന് വലിയ സമര പോരാട്ടങ്ങൾ നടത്തിയ പലരും അതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു മേഴ്സിക്കുട്ടിയമ്മയുണ്ട്, അതുപോലെ തന്നെ ചന്ദ്രപിള്ളയുണ്ട്. പക്ഷെ ചന്ദ്രപിള്ളയ്ക്ക് രോഗാതുരനായതുകൊണ്ട് ചന്ദ്രപിള്ള കമ്മിറ്റിയിൽ വരും എന്നുള്ളത് എനിക്കറിയില്ല. S ശർമ്മയുണ്ട്, ആലപ്പുഴയിൽ നിന്നുള്ള CS സുജാതയുണ്ട്, പിന്നെ കോഴിക്കോട് നിന്നുള്ള B പ്രദീപ് കുമാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിരലുണ്ടാവുന്ന ഒരു 4-5 ആളുകളുണ്ട്. പിന്നെ കണ്ണൂരിൽ നിന്നുള്ള P ജയരാജനുണ്ട്. അപ്പൊ പക്ഷെ ഇവരിൽ ആർക്കും തന്നെ പിണറായി വിജയനെതിരായി എന്തെങ്കിലും പറയാനുള്ള ആർജവമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ പിന്നെയും ചെറിയ തോതിലെങ്കിലും പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഏകയാള് എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് P ജയരാജനെയാണ്. P ജയരാജന്റെ അതിജീവന പ്രശ്നങ്ങൾ കൊണ്ടാണ് P ജയരാജനുള്ളത്. പക്ഷെ ആ P ജയരാജനും ഈ പറഞ്ഞതുപോലെ രൂക്ഷമായി പിണറായി വിജയനെതിരെ പറയാനുള്ള ആർജവമോ ഇച്ഛാശക്തിയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ ദുർബലമായിട്ടുള്ള ചില വിമർശനങ്ങൾ, വളരെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് തലോടി ഇങ്ങനെ പോകുന്ന ചില ഈ തൂവല് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തൂക്കുന്നത് പോലത്തുള്ള ചില വിമർശനങ്ങൾ വരികയും ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തിരുത്തണം. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചില പെശകുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ആ പെശകുകളൊക്കെ ഒന്ന് നമുക്ക് തിരുത്താൻ കഴിയണം. അങ്ങനെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോയി നമുക്ക് ഇത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാം. നമുക്ക് 2019 നമുക്ക് നഷ്ടപ്പെട്ടത് 2021 നമ്മൾ തിരിച്ചു പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനമൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമുക്കിത് തിരിച്ചു പിടിക്കണം എന്നുള്ള നിലയിൽ ഉള്ള തീരുമാനമെടുത്തിട്ട് പൊടിയും തട്ടി ഈ 5 ദിവസത്തെ കമ്മിറ്റി ഒരു 2.5 ദിവസം കഴിയുമ്പോൾ അവസാനിച്ച് പോകാനുള്ളൊരു സാധ്യതയാണ് ഇതിനകത്ത് ഞാൻ ഇപ്പോ കാണുന്നത്. അപ്പൊ എനിക്ക് അറിയേണ്ട വേറൊരു കാര്യം, നിയമസഭയിലെ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആരും രാജി ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, ഇത് തന്നെ ആയിരിക്കുമല്ലോ. ഈ അങ്ങനെ ഒരു പ്രസ്താവന നിയമസഭയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവിടെയും അത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം. പിണറായി വിജയൻ പറഞ്ഞത് പിന്നെ UDFന്റെ വോട്ടാണ് BJPയിലേക്ക് പോയതെന്നും പറയുകയുണ്ടായി. പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് LDFനേക്കാൾ കൂടുതൽ വോട്ട് ചോർന്നത് UDFന്റെതാണ്, അതുകൊണ്ട് ആരും രാജി ചോദിച്ചിങ്ങോട്ടൊന്നും വരണ്ട എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുന്നാ മതി, അതിനപ്പുറത്തേക്കൊന്നും അവര് വർത്താനം പറയാൻ പോകണ്ട അവരോടും കൂടെ ആയിട്ടാണ് പറഞ്ഞത്. പാർട്ടി നേതാക്കന്മാർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിണറായി വിജയനെതിരെ ആർജവത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും പ്രതികരിക്കുന്ന ഒരാളും ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് പിണറായി വിജയൻ കുറച്ച് വർഷങ്ങളായി പിണറായി വിജയൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കാരണം പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ അങ്ങ് ഇരുത്തും അവിടെ. ഇപ്പൊ മേഴ്സിക്കുട്ടിയമ്മ പിണറായിക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടിക്കൊണ്ടിരുന്നവരാണ്. അവർ കഴിഞ്ഞ മന്ത്രിസഭയിൽ അവരെ മന്ത്രിയാക്കി അവിടെ ഇരുത്തി. CS സുജാത VS അച്യുതാനന്ദന്റെ കാലത്ത് വലിയ തോതിൽ സമരം നടത്തിയിരുന്നു. പക്ഷെ അവർക്ക് അവരങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു വനിതയല്ല. പിന്നെ ഉണ്ടായിരുന്ന ആരാണ്? S ശർമ്മയും ഈ പറഞ്ഞതുപോലെ അച്യുതാനന്ദനോട് ഉറച്ചു നിന്നിരുന്ന ആളാണ്. പക്ഷെ S ശർമ്മയ്ക്ക് ഇപ്പോൾ കഴിയില്ല. S ശർമ്മയും മന്ത്രിയും ഒക്കെ ആക്കി അവിടെ ഇരുത്തി. മനസ്സിലായോ? അപ്പം പിണറായി വിജയന്റെ ഒരു പ്രവർത്തനം വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായി. അതായത് തനിക്കെതിരെ ആരെങ്കിലും എപ്പോഴെങ്കിലും വരാൻ സാധ്യത ഉള്ളവരുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈ പറഞ്ഞതുപോലെ ചെത്തി കട്ട് ടു സൈസ് എന്ന് പറയുന്നത് പോലെ ചെത്തി നിർത്തുക. ഇപ്പൊ തോമസ് ഐസക്ക്
വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തോമസ് ഐസക്കിനെ മന്ത്രിസ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി മത്സരിക്കാൻ അവകാശം കൊടുക്കാറുണ്ട്. അയാൾ പ്രകോപിതനായിരുന്നു. പക്ഷെ അയാളെ ഇപ്പം മത്സരിപ്പിച്ച് അയാൾ തോറ്റു. അതോടെ അയാളുടെ വിലപേശൽ കഴിവ് പോയി. പിന്നുള്ളത് കെ ശൈലജയായിരുന്നു. കെ ശൈലജയെ മത്സരിച്ച് തോപ്പിച്ച് അവിടെ മൂലക്കിരുത്തി. അപ്പം തനിക്കെതിരെ ആരൊക്കെ വരാൻ സാധ്യതയുണ്ടോ അവരെയൊക്കെ എന്തെങ്കിലും, കാരണം വെച്ചാൽ അധികാരം കയ്യിലുണ്ടല്ലോ. അല്ല, ഐസക് ഇപ്പൊ തോൽവി ഏറ്റുവാങ്ങി. ഐസക് ഇനി ഒരു വിലപേശൽ ഉണ്ടാകില്ല എന്നാണോ പറയുന്നത്, തോൽവി ഉണ്ടായതുകൊണ്ട്? അല്ല, ഐസക്കിനൊന്നും ഒരു വിലപേശലിനൊന്നും ഇനി കഴിയില്ല. കാരണം ഐസക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഐസക് വളരെ ചിരിച്ചു കളിച്ച് പറഞ്ഞത് പഴയ പോലൊന്നും അല്ല, ഇത്തവണ വിന്നബിലിറ്റി നോക്കിയാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്, ജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് എന്ന് പറയുകയും ഐസക്ക് നേരത്തെ തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിക്കുകയും ഐസക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ചെന്ന് നിന്ന് കിടന്ന് ഇരുന്ന് പ്രവർത്തിക്കുകയും ചെയ്യായിരുന്നു. 2 വർഷം അവിടെ തങ്ങിയെന്നാണ് അറിഞ്ഞത്. അതൊന്ന്. 2, ഐസക്കുമായിട്ട് നോക്കുമ്പോൾ ബൗദ്ധികമായിട്ടും സംഘടനാ പാഠവത്തിന്റെ കാര്യത്തിലൊക്കെ നോക്കിയാൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചത് ആന്റോ ആന്റണി. ആ ആന്റോ ആന്റണിയെ 4ാമത്തെ തവണ ജയിപ്പിച്ചു. ഐസക്കും അനിൽ ആന്റണിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല വോട്ടില്. അപ്പോ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക്ക് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് ഇപ്പം കൃത്യമായി തെളിഞ്ഞു. ഉദാഹരണം ഞാൻ പറയട്ടെ, ഐസക്ക് 4 തവണ MLA-യും 2 തവണ മന്ത്രിയായ ആളാണ്. ഐസക്ക് എവിടെ നിന്നൊക്കെയാണ് ജയിച്ചിട്ടുള്ളത്? ഐസക്ക് മാരാരിക്കുളത്തും ജയിച്ചിട്ടുണ്ട്, ഐസക്ക് ആലപ്പുഴ. ഈ മാരാരിക്കുളം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാരാരിക്കുളം ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ ഏറ്റവും വലിയ കോട്ടയാണ്. മാരാരിക്കുളത്ത് നിന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് ഒരു തവണയോ മറ്റോ ഒരു തവണ ഇയാൾ KC വേണുഗോപാലോ മറ്റോ ജയിച്ചു. അല്ലാതെ ആലപ്പുഴയും CPM-ന്റെ കോട്ടയാണ്. അപ്പൊ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക്ക് ഒരു ബലൂണായിരുന്നു, ഒരു ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു. എന്താ കാരണം? ഐസക്ക് വലിയ സംഘടനാ പാഠവും വലിയ നേതാവും ആയിരുന്നെങ്കിൽ പത്തനംതിട്ട എന്ന് പറഞ്ഞ സീറ്റ് ഐസക്ക് തിരിച്ചു പിടിക്കേണ്ടതായിരുന്നു. കാരണം കേരളത്തിലെ പാർട്ടിയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് തോമസ് ഐസക്ക്. മനസ്സിലായി? ആ ഐസക്ക് അവിടെ ഐസക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഐസക്ക് വെറുതെ വളരെ പരമപുച്ഛത്തോടു കൂടി കാണുന്ന ആന്റോ ആന്റണി എന്ന് പറഞ്ഞൊരു ആവറേജോ ബിലോ ആവറേജോ ആയിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരന്റെ മുന്നിൽ ഐസക്ക് തോറ്റു. അപ്പൊ അതുകൊണ്ട് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വിലപേശൽ കഴിവും ഐസക്കിനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ പിണറായി ഭരണം, ആ പിണറായി ഭരണത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് പിണറായി വിജയനെതിരെ രൂക്ഷമായി 2 വാക്ക് പറഞ്ഞ് തോമസ് ഐസക്ക് പുറത്തു വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. കാരണം എന്താണ്? ഐസക്കിനുള്ള പ്രശ്നം എന്തെന്ന് വിജയനാഥ്, അധികാരം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഐസക്കിന് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ ഐസക്കിന്റെ ശിഷ്യനായിരുന്നു കുറെ കാലം. അതുകൊണ്ട് ഐസക്ക് CDS എന്ന സ്ഥാപനത്തിലെ പ്രൊഫസറായിരുന്നു. 96-2001 കാലഘട്ടത്തിൽ ഐസക്ക് പ്ലാനിംഗ് ബോർഡിൽ മെമ്പറായിരുന്ന സമയത്ത് ജനകീയ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു. അന്ന് ഏറ്റവും വലിയ അധികാര കേന്ദ്രമായിരുന്നു. കാരണം EMS-ന്റെ വത്സല ശിഷ്യനായിരുന്നു 2001 വരെ. 2001 ഐസക്ക് MLA ആയി. 1-ലോ 6-ലാണെന്നറിയില്ല, MLA 2001 MLA ആയി. അത് EMS-ന്റെ താല്പര്യപ്രകാരമായിരുന്നു. ഐസക്കിനെ VS ആണ് കൊണ്ടുവന്ന് മാരാരിക്കുളത്ത് നിർത്തുന്നത്. 2006 MLA ആയി, 2011 MLA ആയി, 2016 MLA ആയി. 4 തവണ ഐസക്ക് കഴിഞ്ഞ് MLA ആയി. അതിൽ 2 തവണ മന്ത്രിയായി. അപ്പൊ യഥാർത്ഥത്തിൽ 996 മുതൽ ഐസക്ക് അധികാരത്തിന്റെ ശീതള ഛായയിലായിരുന്നു. 96 മുതൽ 2016 വരെ ഐസക്ക് അധികാരത്തിലായിരുന്നു. 2021 ആയപ്പോൾ ഐസക്കിനെ തഴഞ്ഞു. ഐസക്ക് 2-2.5 വർഷമായിട്ട് അധികാരം ഇല്ലാതെ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇത്തവണ തന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് പത്തനംതിട്ട ജയിക്കും വിചാരിച്ചു. ഐസക്ക് തോറ്റു. അപ്പൊ ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക്ക് ഒരു ബലൂൺ ആയിരുന്നു എന്നുള്ളത് ആന്റോ ആന്റണി ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തിയപ്പോൾ തോറ്റതിൽ നിന്ന് ഐസക്ക് മനസ്സിലായതുകൊണ്ട് ഐസക്കിന് ഇനി ഒരു വിലപേശൽ കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 2ാമത്തെ ആള് ശൈലജയാണ്. അല്ലെ, പിണറായിയെ എതിരിടാൻ തക്ക ത്രാണി ഇനി ഐസക്കിന് ഇല്ല എന്നുള്ളതാണല്ലേ? 100% എന്ന് മാത്രമല്ല, ഐസക്കിന് വ്യക്തിഗതമായിട്ടൊക്കെ തന്നെ ഒരുപാട് വീഴ്ചകളുണ്ട്. ഞാൻ അതിനകത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ആ വീഴ്ചകളൊക്കെ തന്നെ അതിന്റെ ഒക്കെ തന്നെ കാര്യങ്ങൾ പിണറായി വിജയനിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഐസക്കിന് പറ്റില്ല. പിന്നെ ഉള്ള ആള് കെ ശൈലജയാണ്. അവർ പിണറായി വിജയനും ഉണ്ടല്ലേ? അല്ല, പിണറായി വിജയനെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിണറായി വിജയന് മുകളിൽ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് പിണറായി വിജയൻ എന്തുകൊണ്ടല്ലോ ആകാമല്ലോ. പിണറായി വിജയനെ കുറിച്ച് അതേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. പക്ഷെ പിണറായി വിജയന് മുകളിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിണറായി വിജയൻ എന്തും ആകാം. പിന്നെ ഉള്ളത് കെ ശൈലജയാണ്. അവർക്ക് കുറച്ചുകൂടി ആർജവമുള്ള ഒരു വനിതയായിരുന്നു. പക്ഷെ അവർ ഇത്തവണത്തെ തോൽവി കൂടി അവരുടെ പണി തീർന്നു. മനസ്സിലായോ? അവർക്കും ഈ പറഞ്ഞതുപോലെ ശക്തമായി നിന്ന് വർത്തമാനം പറയാനുള്ള ധൈര്യമൊന്നുമില്ല. ആ ധൈര്യമുള്ള ഒരാളായി ഞാൻ കണ്ടിരുന്നത് ജയമേഴ്സി കുട്ടിയമ്മയായിരുന്നു. പക്ഷെ ജയമേഴ്സി കുട്ടിയമ്മയെ ചുരുട്ടി കെട്ടി പിണറായി വിജയൻ കെട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് അതിഗുരുതരമാണ് പ്രതിസന്ധിയെങ്കിലും ഈ പറഞ്ഞതുപോലെ
എന്താണ് മല പോലെ വരുന്നത് എലി പോലെ പോകാനാണ് സാധ്യത എന്നാണ് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ അവലോകനം, അതൊരു നേതൃയോഗം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു അവലോകന യോഗം പോലെ അവസാനിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? അപ്പം അല്ല, അത് തന്നെയാണ് കാണുന്നത്. കമ്മിറ്റിക്കകത്ത് അത് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഈ അടിത്തട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു ചേണിങ് ഉണ്ട്, ഒരു കനല്, മനസ്സിലായോ? അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം വളരെ വളരെ വലുതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അണികൾ ഇനി പഴയതുപോലെ പതിഞ്ഞു കിടക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോരാളി ഷാജി. സമഗ്രമായിട്ടുള്ള പ്രതികരണമാണ്, അടിക്ക് തിരിച്ചടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അന്ന് മാത്രമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇപ്പം പിന്നെ കണ്ണൂരത്തേക്ക് റിസൾട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാനിപ്പോ ഇന്ന് ബേപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ പോകുന്നു. ബേപ്പൂർ എന്ന് പറയുന്നതാണ് മരുമകന്റെ സീറ്റ്. ഈ മരുമകന്റെ സീറ്റ് ബേപ്പൂരിൽ കഴിഞ്ഞ 9 തെരഞ്ഞെടുപ്പുകളിലും LDF ആണ് ജയിച്ചിട്ടുള്ളത്. ആ മരുമകൻ അവിടെ ഇന്ന് 19,000 വോട്ട് പുറകിലാണ്, മനസ്സിലായി? ഇപ്പം നടന്ന മരുമകനിട്ടും അടി കൊടുത്തിരിക്കുകയാണ്. മരുമകനിട്ടും അടി കൊടുത്തു, അച്ഛനിട്ടും അടി കൊടുത്തു. ധർമ്മടത്തെ ഞാൻ പറഞ്ഞു, മട്ടന്നൂരിൽ അടി കിട്ടി, പിന്നെ തളിപ്പറമ്പിൽ അടി കിട്ടി, പയ്യന്നൂരിൽ അടി കിട്ടി, കല്യാശ്ശേരിയിൽ അടി കിട്ടി. അല്ല, CPM എല്ലായിടത്തും ഉണ്ടായി. 140 മണ്ഡലങ്ങൾ എടുത്താലും അതിലല്ല ഞാൻ പറഞ്ഞു വന്നത്. CPM ചുവപ്പ് കോട്ടകളിലാണ് ഏറ്റവും ശക്തമായ അടി കിട്ടി. ആ അടി കൊടുത്തിട്ടുള്ളത് പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണ്. ആ താഴെത്തട്ടിലുള്ളവർ ഇനി അങ്ങനെ നിശബ്ദരായി നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ നേതാക്കന്മാരെ പിടിക്കാൻ പറ്റുന്ന പോലെ പിണറായിക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം അവരെന്തെങ്കിലും ഒരു സ്വാധീനത്തിന്റെ പുറകെ പോകുന്നവരല്ല. അവരുടെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും കൊണ്ട് ഒന്നുമില്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി കമ്മിറ്റഡായി പ്രവർത്തിച്ച് നിൽക്കുന്നവരാണ് അവർ. 1. 2, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവരിളകിയാൽ എന്ത് സംഭവിക്കുന്നുള്ളത് 2006 നമ്മൾ കണ്ടതാണ്. 2006 പിന്നെ VS മത്സരിക്കണ്ട എന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിട്ട് ആ പോളിറ്റ് ബ്യൂറോയെ കൊണ്ട് VS രണ്ടാമത് മത്സരിപ്പിച്ചത് പാർട്ടി അണികളാണ്. അതെ, മനസ്സിലായി. ആ ചലനത്തിന്റെ ഒരു ഉദാഹരണം ഇതിനു മുമ്പ് 2006 കിടപ്പുണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ അതുപോലൊരു ചലനം പിണറായിയുടെ കാര്യത്തിലും താഴെ തട്ടിൽ നിന്ന് ഉണ്ടാകും. അത് ഇത് നമ്മൾ വ്യത്യാസം എന്താ പറയുക? ഞാൻ യഥാർത്ഥത്തിൽ അതിനേക്കാൾ തീവ്രമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്നാണ് ഞാൻ പറയുന്നത്. അന്ന് അച്യുതാനന്ദനെ പോലൊരു ജനകീയ നേതാവിനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പൊ പാർട്ടിയുടെ നിലനിൽപ്പാണ് പ്രശ്നം. പാർട്ടിയുടെ അതിജീവനമാണ് പ്രശ്നം. പാർട്ടി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം, മനസ്സിലായോ? കാരണം എന്താണ്, BJPക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ചളിപ്പ് CPM-കാർക്ക് പോയി, മനസ്സിലായോ? അവര് CPM ഒരു അടി കൊടുക്കാൻ BJPക്ക് പോലും വോട്ട് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്ടി അണികളുടെ ഇടയിലുള്ള ഇളക്കം ചെറുതല്ല. അതിനെ എത്രത്തോളം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഈ നേതാക്കന്മാർക്കും പിണറായിക്കും ഒക്കെ കഴിയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നേ കാണാൻ കഴിയുള്ളൂ. എന്തായാലും വളരെ ഒരു അർത്ഥഗർഭമായിട്ടുള്ള മൗനം അവലംബിച്ചുകൊണ്ട് പാർട്ടി അണികൾ ഈ പരാജയത്തെ അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ ഭാഗത്തു നിന്ന് എന്ത് ചലനമാണ് ഉണ്ടാകാൻ പോകുന്നത്, അതിന്റെ എന്ത് രൂപമായിരിക്കും, എന്ത് ഭാവമായിരിക്കും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഈ പരാജയത്തിന്റെ പിന്നെ ഈ പരാജയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ അണികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയൂ.